വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കുളത്ത്. വട്ടിപ്പുറത്ത് ചൊവ്വ എന്ന ദേവിയാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു, വട്ടിപ്പുറത്ത് ചൊവ്വ എന്ന് പറയുന്ന ഭഗവതി അദ്ദേഹം ഏതാണ്, അതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തുമോ എന്ന്. അപ്പം ഇതുപോലെ അറിയാത്തവർ പലരുണ്ടായിരിക്കാം, അറിയുന്നവരുണ്ടായിരിക്കാം. അറിയാത്തവർക്കായിട്ട് എനിക്കറിയുന്നതായ വട്ടിപ്പുറത്ത് ചൊവ്വേനെ ഞാൻ പരിചയപ്പെടുത്താം. വട്ടിപ്പുറത്ത് ചൊവ്വ എന്ന് പറഞ്ഞാൽ മലവാരത്തമ്മേനെയാണ് അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ പലരും പലതരത്തിൽ അമ്മേനെ അഭിസംബോധന ചെയ്യാറുണ്ട്. കല്ലടിക്കോട് കരിനീലിയമ്മ, നീലിയമ്മ, നീലിമുത്തി, മലവായി, ചിലർ മലവാഴി എന്നും പറയും. മലവായി എന്നുള്ളതാണ് നല്ല ഒരു നാമം. മലവാഴിയല്ല, മലവായി. അപ്പോൾ പലവരും മലവാഴി എന്നുള്ളതിലാണ് അതങ്ങനെ പറഞ്ഞു പോവുക. മലവായി ആണ് ആ അമ്മേനെ വിളിക്കുക. അപ്പോൾ ചെറുനീലിമുത്തിയെന്നും നീലിയമ്മ എന്നും നീലിമുത്തിയെന്നും എല്ലാം അമ്മേനെ വിളിക്കും. അപ്പോൾ അതിൽ കൂടുതൽ ആണുങ്ങളെ പോലെ തന്നെ പണ്ട് കാലത്തെ ഗുരുക്കന്മാരെ പോലെ തന്നെയാണ് ആ മുത്തിയമ്മമാർ അല്ലെങ്കിൽ സ്ത്രീകളും മലവാരത്തമ്മേനെ ആചരിച്ചിരുന്നത്. അത് പലവരും പഠിച്ച് സേവിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കല്ലടിക്കോട് പോയി പടിമാനം കഴിഞ്ഞ് വന്ന് കൊണ്ടുവന്നിട്ടുള്ളതായ മുത്തച്ഛനും മുത്തിയമ്മമാരുണ്ടായിരുന്നു. എനിക്കുണ്ട് അങ്ങനെ മുത്തച്ഛനും മുത്തിയമ്മയും. ആ മുത്തച്ഛനും മുത്തിയമ്മയും കല്ലടിക്കോടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളതാ. പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് പഠിച്ചിട്ടുള്ളതല്ല, അവിടെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് പഴയ കാലത്ത് വന്നിട്ടുള്ളതാ. അപ്പം അതുപോലെ പല മുത്തച്ഛന്മാരും മുത്തിയമ്മമാരും അടിയുറച്ച വിശ്വാസത്തോടുകൂടി വർഷങ്ങളോളം ഉപാസന തപസ് കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ പല നാലാമയിടത്തും പല കുടുംബത്തിലും മുത്തച്ഛന്മാർ എത്തി വന്നാൽ അല്ലെങ്കിൽ ദേവിമാരെത്തി വന്നാൽ ദേവന്മാരോ വിഷ്ണുമായിക്ക് എത്തി വന്ന് പറയും. എൻ്റെ കുടുംബം നാലാമയിടത്തിൽ, പ്രത്യേകിച്ച് മലവായിക്ക് എത്തിയാൽ അങ്ങനെ പറയാം, എൻ്റെ മുത്തച്ഛൻ എന്നെ പെണ്ണാക്കി കെട്ടിക്കൊണ്ടുവന്നിട്ട് ഇവിടെ കുടിയിരുത്തിയിട്ടുള്ളതാ. മുത്തച്ഛൻ മരണപ്പെട്ടു പോയാലും മക്കൾ എന്നെ മണ്ണാക്കി ചവിട്ടിയിട്ടില്ലാട്ടാന്ന് പറയും. അപ്പോൾ അത്രയും കാലത്തോളം തപസ് ചെയ്തിട്ട് ആ തപസ്സിന്റെ ശക്തിയിൽ ദേവതനെ പ്രത്യക്ഷപ്പെടുത്തി ആ മുത്തച്ഛൻ പറയുന്നത് പോലെ അനുസരിക്കാവുന്ന തരത്തിലായി ആ ദേവി വരും. അതുകൊണ്ടാണ് മുത്തച്ഛൻ പെണ്ണാക്കി കെട്ടിക്കൊണ്ടുവന്ന ആ മലവാരത്തമ്മ എന്ന് പറയാം. അപ്പൊ ഈ അമ്മേനെ പലവരും പൂജിക്കുക എങ്ങനെയാന്ന് പറഞ്ഞാല് സ്ത്രീകളൊക്കെ മലവാരത്തമ്മയ്ക്ക് തിരായതെന്ന് പറയുന്നത് വലത്തെ കയ്യിൽ പള്ളിവാളെന്ന് പറഞ്ഞ ചെറിയ അരിവാളാണ്, വലിയ വാളല്ല. ദേവിമാരുടെ മാതിരിയുള്ളതായ ഭദ്രകാളിക്ക് തുള്ളുന്ന പോലുള്ളതാ വാളല്ല, അത് കുറുവാള്, ചെറിയ വാളാണത്. ആ വാളും ഇടത്തെ കയ്യിൽ തവിടായിട്ടുള്ളൊരു വട്ടി ഉണ്ടാകുക. അപ്പൊ നെല്ല് വറുത്ത് കുത്തിയിട്ടുള്ള തവിട്, അത് ചിലർ ശർക്കര ഇട്ടിട്ട് ആക്കാറുണ്ട്. അപ്പം ഈ വട്ടിയിൽ നെല്ലിന് പകരം അല്ല അരിയൊക്കെ പകരം തവിടാണ് എപ്പോഴും ഉണ്ടാവുക. അപ്പൊ ഈ വട്ടി ആണ് പഴയ കാലത്ത് ഈ മുത്തിയമ്മമാര് ധാരാളം മുറുക്കുമായിരുന്നു പഴയ കാലത്ത്. അതേപോലെ തന്നെ അവർ കള്ളും കുടിക്കുന്ന ആളുകളാണ്. അവര് പണിക്ക് പോകുന്ന ആളുകളായിരുന്നു കൂടുതലും. ഗ്രാമങ്ങളിലൊക്കെ അവര് കൊയ്യാനും കെട്ടാനും അതേപോലെ പാടത്ത് പണിക്കും പറമ്പ് പണിക്കും വെയില് കെട്ടാനും അങ്ങനെ പോയിരുന്നതായ ജനവിഭാഗങ്ങള് അവർ കൂടുതലും മലവാരത്തമ്മേനെ വെച്ച് ആരാധിച്ചിരുന്നു. അപ്പൊ അവർക്ക് മലവാരത്തമ്മയുടെ വട്ടി പോലെ തന്നെ ഇവർക്കുണ്ടാവും ഒരു വട്ടി. അതിലിവരുടെ മുറുക്കാനും ഒക്കെ പലവരും ചെല്ലപ്പെട്ടി കൊണ്ട് നടക്കുന്ന പോലെ ഈ വട്ടിയിൽ അവർ മുറുക്കാനും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുക. അപ്പൊ അടക്കിയും മിറ്റിലും പുകലും ചുണ്ണാമ്പൊക്കെ അതിലുണ്ടാവും. ചില പൈസയും വയ്ക്കും. അത് വെച്ചിട്ട് അങ്ങനെ ഒന്നാലേ മുണ്ടിന്റെ ഇതിൽ തന്നെ അങ്ങനെ മടക്കി കുത്തുവരും. ചില ആണുങ്ങൾക്ക് ഉണ്ടായിരുന്നു, പെണ്ണുങ്ങൾക്കാണ് കൂടുതലുണ്ടായിരുന്നു അങ്ങനെ വട്ടി. അപ്പൊ ആ വട്ടി എന്താന്ന് പറഞ്ഞാല് അവരേതൊരു പണിക്കായിട്ട് പോകാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ പണിസ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഒന്ന് മുറുക്കും. അവർ നാലും കൂട്ടി ഒന്ന് മുറുക്കി എന്നിട്ട് പണിക്കിറങ്ങുക. അപ്പൊ ഈ മുറുക്കുന്ന സമയത്ത് മലവാരത്തമ്മേനെ സങ്കല്പിച്ചിട്ട് ഒരു വെറ്റിലോ അല്ലെങ്കിൽ ഒരു കഷ്ണം വെറ്റിലോ, കാരണം അതൊക്കെ ഉണ്ടാവുള്ളൂ, പൊട്ടിച്ച് അതിൽ അടക്കി വെറ്റിലും ചുണ്ണാമ്പൊക്കെ വെച്ചിട്ട് എൻ്റെ മലവാരത്തമ്മേ അല്ലെങ്കിൽ ചെറുനീലിമുത്തിയെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് അവിടെ വെച്ച് ആചരിച്ചതിന് ശേഷമാണ് അല്ലെങ്കിൽ നമസ്കരിച്ചതിന് ശേഷമാണ് അവർ ആ മുറുക്കുക. എന്നിട്ടാണ് അവർ പണിക്കിറങ്ങുക. അപ്പൊ അതിലുള്ളൊരു വിശ്വാസം എന്താന്ന് പറഞ്ഞാല് അമ്മയ്ക്കായിട്ട് സാധാരണ ഒരു പൂജാരി
ഒരു പഞ്ചാർച്ചന പൂജ ചെയ്ത് നിവേദിക്കുന്ന പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവർ ആ മുറുക്കാൻ വെച്ചു കൊടുക്കാല്. അങ്ങനെ കൊടുത്താൽ പഞ്ചാർച്ചന പൂജ ആയെന്നല്ല അർത്ഥം. അത്രയ്ക്കും പ്രത്യേകതയുണ്ട് അവർ ആ കൊടുക്കണതിന്. അമ്മ മുറുക്കും, മലവാരത്തമ്മ മുറുക്കും, ഇവരും മുറുക്കണു. അപ്പം അമ്മയ്ക്കായിട്ട് മുറുക്കാൻ വെച്ചിട്ട് അത് നന്നായി ആത്മാർത്ഥമായിട്ട് അമ്മയുടെ തിരുസ്വരൂപം ഒരു മനസ്സിൽ കണ്ടിട്ടാണ് വെച്ചു കൊടുക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞ് അവരെന്നെ എടുത്ത് മുറുക്കും. അതേപോലെ തന്നെ അന്തിയോളം പണിത് അന്തിക്ക് അവർ മണ്ണത്ത് ചെന്ന് മണ്ണത്ത് പൂജ എന്നൊരു സമ്പ്രദായമുണ്ട്. മണ്ണത്ത് എന്ന് പറഞ്ഞാൽ ഒരു കള്ള് വെക്കുന്ന തണ്ടാൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഷാപ്പിലോ അവിടെ ചെന്ന് ആ വട്ടി അവിടെ വെച്ചിട്ട് അവർ കിട്ടുന്ന കള്ള് കൊണ്ട് ആ വട്ടിയുമിലാണ് അവർ വെച്ച് പൂജിക്കുക. ഒന്നാലും മുറുക്കാൻ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തവിടോ അല്ലെങ്കിൽ വെറുതെ. അപ്പം ഈ മലവാരത്തമ്മേനെ ഈ വട്ടിയാണ് അതിൻ്റെ ഒരു ആയുധമായാലും ശരി, അമ്മേനെയാണ് പൂർണ്ണ രൂപമാണ് അവർ അതിന് സങ്കല്പിക്കുന്നത്. ആ വട്ടിയിലേക്കാണ് അവർ കള്ള് കോരി കൂട്ടിയിട്ട് അവരെന്താണ് വെച്ചാൽ അവർ മനസ്സിൽ തോന്നിയിട്ടുള്ള എണ്ണം എന്താണെങ്കിലും അവർ അവിടെ വെച്ച് പൂജിച്ച് പറയും. എന്നിട്ട് അമ്മേനെ തൃപ്തിപ്പെടുത്തിയിട്ടാണ് ഇവർ പിന്നെ അത് കഴിക്കുക. ഇന്നത്തെ പോലെ ഒന്നും ചായ കുടിക്കുന്നൊരു സമ്പ്രദായമൊന്നും ഇല്ല, ചായക്കടയൊന്നും ഇല്ല, ഉണ്ടെങ്കിലും കൊടുക്കൂല. അപ്പോൾ ഈ കള്ളാണ് അവർ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അത് സന്ധ്യയ്ക്ക് എപ്പോഴും കള്ളുപിടിച്ച് നടക്കുക എന്നുള്ള എല്ലാ അർത്ഥത്തിലല്ല. അപ്പോൾ ഇവർ നാലും കൂട്ടി മുറുക്കി അവർ പണിക്കിറങ്ങുക. ആ പണിക്കിറങ്ങുമ്പോൾ മലവാരത്തമ്മ ഒപ്പം ഉണ്ട് എന്നുള്ളൊരു സങ്കല്പത്തോട് കൂടിയിട്ടാണ് അവർ ചെയ്യുക. പാടത്തിറങ്ങുക, ഈ കൊയ്യാനും അതേപോലെ തന്നെ കെട്ടാനും മെതിക്കാനും, അതുപോലെ അതിൽ മുന്നേ പാടൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ വിത്ത് വിതയ്ക്കാനും ഞാറ് നടാനും പറിക്കാനും ഒക്കെ അവർ മലവാരത്തമ്മേനെ ആശ്രയിക്കാറുണ്ട്. അതിനെ മലവാരത്തമ്മയുടെ പാട്ടിൽ പറയുന്നുണ്ട്. മലവാരത്തമ്മോട് അപേക്ഷിക്കുക. വള്ളോ ചെറുമിയാണ്. ആ വള്ളോ ചെറുമി പറയുന്നൊരു ഭാഗമുണ്ട്. ആഴ്വാഞ്ചേരി പാടത്ത് അഞ്ഞാട്ടാലും ചുവട്ടിയിലെ കന്നിനെ തുളിച്ചിരിക്കുന്നു ആരിയം തിരുമാല. കണ്ണീരും കയ്യാലെ അവിടെ ഇരുന്നു പറയണുണ്ട് ആരിയം തിരുമാല കണ്ണവെള്ളോത്തി. കണ്ണീരും കയ്യാലെ അവിടെ ഇരുന്നു പറയുന്നുണ്ട് ആരിയം തിരുമാല കണ്ണവള്ളോത്തി. മലയിൽ പിറന്നോരു മലവാരം ദൈവമുണ്ടെന്ന് കേട്ട കേൾവിയുള്ളോ കണ്ടൊരു കാണിയില്ല. സത്യമുള്ളൊരു മലവാരം ദൈവമുണ്ടെങ്കിൽ ഇളംപ്ലാവിൻ ചക്ക കാത്തു തരണം. ഇളംപ്ലാവിൻ ചക്ക കള്ളം കൊണ്ടുവാതിരുന്നാലേ മഞ്ഞക്കുരുവാട്ടി തിരുനണ്ടം തന്നോളാം. തമ്പുരാൻ പോരു കൊണ്ട് പൊരുത്തുകൂടാ, തമ്പുരാൻ പോരു കൊണ്ട് പൊറുത്തുകൂടാ നല്ലമ്മേ. ആരിയമ്പാടത്ത് അരിമ്പുഞ്ച വാഴേണം. തമ്പുരാൻ പോരു കൊണ്ട് പൊറുത്തുകൂടാ നല്ലമ്മേ. ആരിയമ്പാടത്ത് അരിമ്പുഞ്ച വാഴേണം. അരചേകിടാലെ കേട്ടല്ലോ നല്ലമ്മ മലവാരത്ത് നിറങ്ങിയ കാലാഞ്ചേരി നല്ലമ്മ. പടവാളെടുത്തു പിന്നിലും തീരുകിയമ്മ ആരിയമ്പാടത്ത് ചെന്നു ചിറങ്ങി. അപ്പോ മലവാരത്തമ്മോട് വള്ളോ ചെറുമി അവരൊക്കെയാണ് കൂടുതൽ പാടത്തുള്ള പണികൾക്കൊക്കെ ആയിട്ട് പോവുക. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പണികൾ പറഞ്ഞിട്ടുണ്ട്. അതില് ചെറുമി, വള്ളോ ചെറുമി, അല്ലെങ്കിൽ പുലൈ എന്ന് പറയുന്ന അവരൊക്കെയാണ്. അത് പറയുന്നോണ്ട് നാണക്കേടല്ല കേട്ടോ, അവർക്കും ഇല്ല ഇതിലും ഇല്ല. അങ്ങനെ അമ്മോട് പറയാ, നമ്മളൊരു പ്ലാവൊക്കെ വെച്ചിട്ടുണ്ടാക്കി നിറയെ ചക്കയുണ്ട്, അതൊക്കെ ഓരോരുത്തർ കൊണ്ടുപോവാ, നമുക്ക് കിട്ടണില്ല. കാരണം അന്നത്തെ കാലത്ത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്.
സമൃദ്ധിയായിട്ട് കിട്ടുക. അപ്പം അത് കട്ടുകൊണ്ടുപോകാം കള്ളന്മാര്. അപ്പം അത് കട്ടുകൊണ്ടുപോകാതിരുന്നാൽ അമ്മയ്ക്കൊരു മഞ്ഞക്കുറുവട്ടി ഞാൻ തിരുനണ്ണം തന്നോളാം എന്ന് പറയണത്. കൈതയുടെ ഒലയിൽ അത് കൊണ്ടുവന്ന് പറിച്ചു കൊണ്ടുവന്ന് ഉണക്കി അതിൻ്റെ പാകത്തിന് വട്ടി ഉണ്ടാക്കിയിട്ട് കൊടുത്തോളാം എന്ന് പറയണത്. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ ഒരു തിരുനണ്ടം, ഒരു തിരായുധം കിട്ടും, അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട അമ്മയുടെ ഒരു വസ്തു അമ്മയ്ക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ അതിയായ സന്തോഷത്തോടു കൂടി അമ്മ ചക്ക കാവലിനായിട്ട് പോകുന്നൊരു ഭാഗം പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് പറയുന്നത്, ആര്യമ്പാടത്ത് അരിമ്പുഞ്ച വാഴണം, അതിനെന്താ തമ്പുരാമ്പ് ഒരു കൊണ്ട് പുറത്തുകൂടാ നല്ലമ്മേ. എനിക്ക് പുഞ്ച അങ്ങനെ ആ പാടത്ത് പണിയുണ്ട്, നാറ് ഞടാനും അതേപോലെ തന്നെ കൊയ്യാനും കെട്ടാനും മെതിക്കാനും ഒക്കെ ഉണ്ട്. എനിക്ക് വയ്യ, അവരുടെ ശല്യമാണ് സഹിച്ചൂടാ, അമ്മേൻ്റെ ഒപ്പം പോരണം എന്ന് പറഞ്ഞ് അപേക്ഷിച്ചപ്പോൾ ആ അമ്മയുടെ ഒപ്പം ആ വെള്ളോ ചെറുമിയുടെ ഒപ്പം ഈ പാടത്ത് പണിക്ക് മുഴുവൻ അവസാനിപ്പിച്ചിട്ട് പോകുന്നിട്ടുള്ളതെന്ന് പറയുന്നത്. അത് ഒരു തലക്കില് കന്നിനെ പൂട്ടുമ്പോൾ മറുതലക്കില് വിത തുടങ്ങി എന്ന് പറയണം. ഒരു തലക്കില് വിത തുടങ്ങുമ്പോൾ മറുതലക്കില് അത് മുളച്ചു തുടങ്ങി, മറുതലക്കില് അത് മുളച്ചു തുടങ്ങുമ്പോൾ അപ്പുറത്തെ തലക്കില് അത് തെയ്യായിട്ട് വന്നു, ഒരു തലക്കില് തെയ്യായിട്ട് വളരാൻ തുടങ്ങുമ്പോഴേക്കും അപ്പുറത്ത് കതിര് വന്നു, ആ കതിര് വന്ന് ഒരു തലക്കിലേതായിട്ട് വരുമ്പോഴേക്കും അത് പാകമായി, കൊയ്യേണ്ട പാകമായി. അങ്ങനെ 4 മാസം കൊണ്ടൊക്കെ കൊയ്യുന്ന പണി 1 മാസം കൊണ്ട് 2 മാസമൊക്കെ തീർത്തു കൊടുത്തിട്ടുള്ള ഒരു അനുഭവം കഥകളൊക്കെയാണ് മലബാരത്തമ്മയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ അമ്മമാര് മലബാരത്തമ്മേനെ ഇപ്രകാരം വെച്ച് പൂജിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ സാന്നിധ്യത്തോടു കൂടി അവരുടെ പാടത്തിലെ ആ പണികൾക്കൊക്കെ കായിക അധ്വാനത്തിന് കുറേയധികം കുറവുണ്ടാകും. അമ്മയുടെ സാന്നിധ്യത്തോടു കൂടി അവർക്ക് വളരെ എളുപ്പം കാര്യങ്ങൾ സാധിച്ചു പോരാൻ എന്നുള്ള സങ്കല്പത്തോടു കൂടി അമ്മയ്ക്ക് ആ വട്ടി വെച്ചിട്ട് ആ വട്ടിയുമാണ് കോരി കൂട്ടുക. അങ്ങനെ വട്ടിപ്പുറത്ത് ചൊവ്വേ എന്ന് പറഞ്ഞിട്ട് ആ ചൊവ്വ ഭഗവതീനെയാണ് അത്, അതായത് മലബാരത്തമ്മേനെയാണ് വട്ടിപ്പുറത്ത് ചൊവ്വ എന്നുള്ള സങ്കല്പത്തോടു കൂടി ആചരിക്കുന്നത്. അപ്പോൾ ഈ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതാണ് കള്ള്. അപ്പം ഈ പാടത്ത് വന്നിട്ട് ഈ പാടത്ത് പണിയൊക്കെ കഴിഞ്ഞു, ആ സീസണിലെ പണിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ അമ്മയ്ക്ക് തൊണ്ട ദാഹം കൂടി, വെയിലത്തൊക്കെ നിന്നിട്ടാണ് ഈ കൊയ്യിലെന്നൊക്കെ ഉണ്ടായിട്ടുള്ളതല്ലോ. അങ്ങനെ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കള്ള് കുടിക്കാൻ പോകണം എന്നുള്ളൊരു ആഗ്രഹം. ചായക്കടയൊന്നും ഇല്ലല്ലോ, ഇന്നത്തെ ഒരു ഹോട്ടലും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ അടുത്ത് തണ്ടാൻ്റെ ഒരു വീടുണ്ട്, അവിടേക്ക് വെള്ളോ ചെറുമീനായിട്ട് കള്ളു കുടിക്കാൻ പോകുന്നൊരു ഭാഗം പറയുന്നുണ്ട്. ഉയർന്ന വരമ്പേറി അടിച്ചു പിറക്കണ വള്ളോത്തേ, കള്ളു വിൽക്കും തണ്ടാന്റെ വീടേതാണേ. ഉയർന്ന വരമ്പേറി അടിച്ചു പിറക്കണ വള്ളോത്തേ, കള്ളു വിൽക്കും തണ്ടാന്റെ വീടേതാണേ. ആരിയം വെള്ളോത്തിയേ തുണ കൂട്ടി നല്ലമ്മ, കള്ളു വിൽക്കും തണ്ടാന്റെ പടിക്കൽ ചെന്നേ. ആരിയം വെള്ളോത്തിയേ തുണ കൂട്ടി നല്ലമ്മ, കള്ളു വിൽക്കും തണ്ടാന്റെ പടിക്കൽ ചെന്നു. അവര് വീട്ടിലേക്ക് മോഷ്ടിക്കാൻ വന്നൊരു പെണ്ണിന്റെ അങ്ങനത്തെ ഒരു സങ്കല്പമാണ് അവർ വിചാരിച്ചത്. അപ്പൊ അവരെയാണ് വെച്ചാൽ അവർക്ക് വിഷമം ഉണ്ടാകുന്ന തരത്തിലാണ് അവർ പറഞ്ഞു വിട്ടത്. അപ്പോ തണ്ടാത്തിയെ വിളിച്ച് കള്ളുണ്ടോന്ന് ചോദിച്ചപ്പോ കള്ള് ഇല്ലെന്ന് നുണ പറഞ്ഞു. തണ്ടാത്തിയെ വിളിച്ച് കള്ളുണ്ടെന്ന് ചോദിച്ചപ്പോ കള്ള് ഇല്ലെന്ന് നുണ പറഞ്ഞു. അപ്പൊ അങ്ങനെ തണ്ടാത്തി എന്ന് പറഞ്ഞാല് ഇവരെ എതിർ പെണ്ണുങ്ങൾ ഇങ്ങനെ വന്ന് നോക്കുമ്പോ അതൊരു വൃത്തിയില്ലാത്ത രൂപത്തിൽ വന്നിക്കണുണ്ട്. അപ്പൊ അവർക്ക് അതിൽ ഇഷ്ടമായില്ല. അപ്പൊ പറഞ്ഞു കള്ളൊന്നും ഇല്ല അവിടെ എന്ന് പറഞ്ഞു. എന്നാൽ 16 നിറക്കൂടം കള്ളാണ് അവൻ്റെ ഉള്ളിലിരിക്കുന്നത്. അത് മലബാരത്തമ്മയ്ക്ക് അറിയാം. അത് കാരണം അവർ ചെന്നിട്ട് നേരിട്ട് ചോദിച്ചിട്ട് മേടിച്ച് അതിനെ കൂലിയുണ്ട് വലിയ അവർക്ക് കൊടുക്കും, നെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുള്ളത്. അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ മലബാരത്തമ്മയ്ക്കും വിഷമായി. വെള്ളവും ചെറുമീനെ കൊണ്ടുപോയിട്ട് നോക്കുമ്പോൾ ആളുടെ നാട്ടിലത്തല്ലേ,
ആൾക്ക് അതിലേറെ മോശക്കേടായി. അമ്മേനെ കൊണ്ടുപോയിട്ട് ഇവർ കൊടുത്തില്ല ഒന്നും. കള്ള് ഇല്ലെന്ന് നുണ പറഞ്ഞപ്പോഴതാ കള്ളും കുടങ്ങളൊക്കെ ഉടഞ്ഞു പോയി. അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞ് ഇവര് പോയി. അത് പോകുമ്പോഴേക്കും 16 നിറകട കള്ള് കുട അങ്ങനെ ഉടഞ്ഞു പോയി തന്നെ, അല്ലാതെ പച്ചവെള്ളമായിട്ട് പോയി എന്ന് പറഞ്ഞു. ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തില് കുടം ഉടനോടെ വിട്ടൊക്കെ പോയി. തണ്ടാര് വന്നാതാ കള്ളും കൂടം നോക്കിയപ്പോ കള്ളും കുടങ്ങളൊക്കെ ഉടഞ്ഞു കാണുന്നുണ്ട്. തണ്ടാന് ഭയങ്കര വിഷമമായി. കാരണം എന്ന് പറഞ്ഞാല് അളവ് കൊടുക്കണം, പിന്നല്ല പല ആളുകൾക്കും കൊടുക്കാൻ എത്ര ലിറ്റർ കള്ള് കൊടുക്കാന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഭാര്യയോട് ചോദിച്ചു, എന്തായി കാണുന്നു, ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ ചോദിച്ചപ്പോ പറഞ്ഞു, ഇവിടെ 2 പെണ്ണുങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ടാപ്പയ്ക്ക് അത്ര സുഖം ഇഷ്ടം തോന്നിയില്ല. അങ്ങനത്തെ പെണ്ണുങ്ങളാ. ഒരു പെണ്ണിങ്ങനെ ആകെ മാലയും കല്ലും കറവൊക്കെ കെട്ടിയിട്ടുള്ള ഒരു ഇങ്ങനെ കുളിക്കാണ്ടും അങ്ങനത്തെ ഒരു പെണ്ണ്. അപ്പോ തണ്ടാനെ മനസ്സിലായി ചതിക്കല് കഴിഞ്ഞു എന്ന്. കാരണം തണ്ടാൻ ഏതൊരു പനയുടെ മുകളിലും തെങ്ങിന്റെ മുകളിലും കയറി കഴിഞ്ഞു വന്നാല്, കള്ളെടുത്ത് വന്നു കഴിഞ്ഞാല് ആ മലബാരൻ ദൈവങ്ങൾക്ക് ചാത്തനോ കരിങ്കുട്ടിക്കോ ചൊവ്വയ്ക്കോ അല്ലെങ്കിൽ മലബാരത്തമ്മയ്ക്കോ അവിടെ പൂജിച്ച് കള്ള് ഒഴിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ ചിരട്ടയിൽ വെക്കും, അല്ലെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുടിപ്പിച്ചിട്ടാണ് അവിടുന്ന് പോരുക. നമ്മുടെ വീട്ടിലേക്ക് അന്വേഷിച്ച് വരുന്നുള്ളത് തണ്ടാൻ വിചാരിച്ചിട്ടില്ല. ഇങ്ങനൊരു ദൈവം വന്നിട്ട് ഇത്രയും മോശമായിട്ടാണല്ലോ പെരുമാറിയ എന്നുള്ളതില് തണ്ടാന് ഭയങ്കര വിഷമായി. അപ്പൊ അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു വിളിക്കും, മലബാരത്തമ്മേ, ഇങ്ങനെ അറിയാതെ തെറ്റുപറ്റി, മലബാരത്തമ്മയ്ക്ക് ഞാൻ നിത്യം കള്ള് തന്നോളാം, കള്ളും കുടങ്ങളൊക്കെ തേറി തെളിയിട്ടേ എന്ന് പറഞ്ഞു. മലബാരത്തമ്മയ്ക്ക് നിത്യം കള്ള് ഞാൻ തന്നോളാം, കള്ളും കുടങ്ങളൊക്കെ തേറി തെളിയട്ടെ. അത് അങ്ങനെ വായൂരി പറഞ്ഞപ്പോ കള്ളും കുടങ്ങളൊക്കെ തേറി തെളിയണണ്ടേ. സത്യമുള്ളൊരു മലബാരം ദൈവമാണെങ്കിൽ നേരിട്ട് വന്നോളെ കള്ള് ഞാൻ തന്നോളാം. അങ്ങനെ അദ്ദേഹം സമസ്ത അപരാധം പറഞ്ഞിട്ട് വിളിക്കുക, നിത്യം കള്ള് ഞാൻ തന്നോളാം, മലബാരത്തമ്മേ കള്ളും കുടങ്ങളൊക്കെ തേറി തെളിയട്ടെ. കാരണം ഇതൊക്കെ കൊടുത്തിട്ട് വേണം കുഞ്ഞുമക്കൾക്ക് അരി മേടിക്കാൻ. എൻ്റെ ഭാര്യയ്ക്ക് അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ക്ഷമാപണം പറയണമെന്ന് പറഞ്ഞ വശം അദ്ദേഹം സത്യസന്ധമായ രൂപത്തിലാണ് അപേക്ഷ പറഞ്ഞത്. കള്ളും കുടങ്ങളൊക്കെ തേറി തെളിഞ്ഞു വന്നു, അവർക്ക് നിത്യം അമ്മയ്ക്ക് കള്ളു കൊടുക്കാം എന്നുള്ള ഒരു ഇതിലെ സത്യത്താലെ അങ്ങോട്ട് കള്ളും കുടങ്ങളൊക്കെ തേറി തെളിഞ്ഞു, നന്നായി. അപ്പൊ പറഞ്ഞു വന്നത്, തണ്ടാനെ അനുഗ്രഹിച്ചിട്ട് പോരെ അമ്മ, മലബാരത്തമ്മ തണ്ടാനെ അനുഗ്രഹിച്ചിട്ട് പോരെ. ഇന്നും തണ്ടാമാര്, അവര് അറിയുന്ന തണ്ടാമാര്, ചെത്താൻ പോണവരൊക്കെ മലബാരത്തമ്മയ്ക്കും അതേപോലെ തന്നെ ഈ ദേവതമാർക്കൊക്കെ കള്ള് അവർ സമർപ്പിക്കും. അപ്പൊ ഈ കള്ള് കുടിക്കേണ്ട ആ ഒരു ഇതിലാണ് ഇവർ ഈ വട്ടിയൊക്കെ വെച്ചിട്ട് കോരി കൂട്ടുക. മലബാരത്തമ്മയ്ക്ക് അവർ വർഷത്തിലൊരിക്കൽ ഒരു നിവേദ്യമൊക്കെ കൊടുക്കലുണ്ട്, ഒരു വട്ടിക്കലശം. അത് ആട്ടമായിട്ടോ അല്ലെങ്കിലോ പ്രത്യേകിച്ച് ഇങ്ങനെ കൊയ്യിലും കെട്ടിലൊക്കെ കഴിഞ്ഞാൽ അവർ മലബാരത്തമ്മയ്ക്ക് അങ്ങനെ തവിടൊക്കെ ഉണ്ടാക്കി അങ്ങനെ കർമ്മം ചെയ്യാറ് പതിവുണ്ട്. അപ്പോൾ ആ കർമ്മത്തിനായിട്ട് സാധാരണ ഓരോരുത്തർ വട്ടിക്കലശം എന്നുള്ളതിൽ കൊണ്ടുവരും. അപ്പോൾ അതിലൊരു മുറത്തിലാണ് അവർ കൊണ്ടുവരിക, കൊമ്പുറത്തിലോ വട്ടപുറത്തിലോ ഒക്കെ. അപ്പോൾ അതിൽ ഉമിക്കരി കളടാനായിട്ട് അരിപ്പൊടി, മഞ്ഞപ്പൊടി, ചുണ്ണാമ്പ്, അപ്പം, ഈ പച്ചരി അരച്ച് അല്ലെങ്കിൽ പൊടിച്ച് അതിൽ അപ്പം ഉണ്ടാക്കിയിട്ട് ഉപ്പിടാതെ കണ്ണിയപ്പം എന്ന് പറയും. അതിൽ 24ഓളം അപ്പം, അതേപോലെ തന്നെ നല്ല തവിട്, നെല്ല് വറുത്ത് കുത്തി തവിട്, കള്ള്, ചാരായം എന്ന് പറയാം, ചാരായപ്പില്ലല്ലോ, ബ്രാൻഡി, അതേപോലെ നാളികേരം ഒന്ന് മുറുക്കാൻ, അമ്മയ്ക്കൊരു ദക്ഷിണ, എണ്ണ, ഇതൊക്കെ കൊണ്ടുവരിക. അവരുടെ വീട്ടിലാണെങ്കിൽ വെളുക്കും അടക്കം സംഘടിപ്പിച്ചിട്ട് അതിൽ വെച്ചിട്ട് വേണം അവർക്ക് ഇതൊക്കെ കളട്ടിട്ട് കള്ളും കാര്യങ്ങളും അപ്പം എല്ലാം വെച്ചിട്ട് അവർക്ക് അരി നേരം ഗണപതിക്കും വെച്ച് അമ്മയ്ക്ക് നേദിക്കാനായിട്ട്. അപ്പോൾ ചിലവർ പലതരത്തിൽ അമ്മേനെ പൂജിക്കുന്നവരുണ്ട്. അമ്മേനെ പൂജിക്കുന്ന ഒരു ചെറിയൊരു മന്ത്രം, വലിയ അറിവൊന്നുമില്ല, എന്നാലും ആ അറിയുന്ന അനുസരിച്ച് ആ ഒരു മന്ത്രം അങ്ങോട്ട് പറയാം. അമ്മയ്ക്ക് പൂജിക്കുന്നത്
ഉദിപ്പനത്തപ്പ, ഉദിപ്പനത്തമ്മേ, പന്തിരായിരമ്പടക്കതിരെ, ആറുവാഴി അയ്യപ്പന്മാരെ, നൂറുവാഴി ശിവന്മാരെ, ആറുവാഴി അയ്യപ്പന്മാരുടെയും നൂറുവാഴി ശിവന്മാരുടെയും മനമൂർച്ചയും മനംകരുത്തും ഉണ്ടാക്കിത്തരണേ. ഉദിപ്പനത്ത് ഉദിഭഗവാന്റെ മൂന്നുമാം തൃക്കണ്ണിലെ ഇളങ്കുപോലെ പൊട്ടി പളുങ്കുപോലെ തെയ്യപ്പെട്ട് തേതിരിഞ്ഞ് ഇണയോട് രണ്ട് ദേവമക്കള് ഭൂമിലോകത്തിറങ്ങി ആസന്നമായ കല്ലടിക്കോട് മലവാരത്ത്, ആസനം എന്ന് പറഞ്ഞാൽ വന്നു ചേർന്നു എന്നുള്ളൊരു സങ്കല്പമുള്ളോ ആണ് അർത്ഥമാക്കിയിട്ടുള്ളത് എഴുതിയ ആള്. ചിലർ അസന്നമായിട്ടും എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോ ആസന്നമായ കല്ലടിക്കോട് മലവാരത്ത് വന്ന് 5000 കല്ല് വെട്ടി അടിയുമ്പണത് 3000 കല്ല് വെട്ടി മുകളും മുടിച്ച് കരിങ്കല്ല് കൊണ്ട് ഒരു കരിങ്കോട്ടയും കൂട്ടി വലുതായ മലയോട് മുതുകും ചാരി പടിഞ്ഞാറൻ കടലിലേക്ക് ഇരുകാലും നീട്ടിരിക്കുന്ന മലവാരത്തമ്മേ, പയ്യടിയാന്മാര് അടിവാരത്ത് നിന്ന് 3 വിളിച്ചാല് 4ാം വിളിക്ക് വിളി കേട്ടുകൊള്ളാമെന്ന് പറഞ്ഞിരിക്കുന്ന സത്യത്താലെ വിളിക്കുന്ന സമയത്ത് മതിച്ചു വരുന്ന ആനയാണെങ്കിലും കുളിച്ചു വരുന്ന കുതിരയാണെങ്കിലും ചേർത്തു വരുന്ന ചെകുത്താനാണെങ്കിലും അസത്യമായ പെരുമ്പടയാണെങ്കിലും മൂർഖനായ നാഗത്താനാണെങ്കിലും 12000 കാലം മകലവട്ടം നീക്കം ചെയ്ത് വലത്ത കയ്യിൽ പിടിച്ച കയ്യായുധം കൊണ്ട് വേണ്ടുന്ന രക്ഷകളെ ഉണ്ടാക്കി ഇന്നയ്ക്കല്ല നാളേക്കും പല 12 കാലത്തേക്കും ആപത്തൊഴിഞ്ഞ് നല്ലത് വരാനുള്ള വിധിമൂലുണ്ടാക്കി തരണേ. കല്ലടിക്കോട് കരിനീലിയമ്മ, ഒടപ്പറ നാരാങ്ങളെ, 18ാം കള്ളാടി, രാമ ശങ്കര മലവില്ലിമലനായാടികളെ, ശരണ്ടം കൂടാരെ, ഒറ്റമലിച്ചിപ്പങ്ങളെ, കുട്ടനാട് കുടുപാടെ, 1008 കോമിലിച്ചുകളെ, വെങ്ങാട്ടിക്കരെ, വെളുത്തുണിക്കരെ, കൊട്ടാട്ടിക്കരെ, പുല്ലാക്കരെ, ഐവർ അപ്പാപ്പന്മാരെ, 5 കണ്ണാടി പീഠം പഴച്ചാലും അറിവില്ല മക്കളെ പിഴപ്പിക്കാതെ കണ്ട് വിളിച്ചാൽ വെളിപ്പുറത്ത് അനുകൂലമായി വന്ന് ഞാൻ നിരച്ച കാര്യത്തിനെ സാധ്യമാക്കി തരണേ. കല്ലടിക്കോട് കരിനീലിയമ്മ വട്ടിപ്പുറത്ത് ചൊവ്വേ എന്ന് പറഞ്ഞിട്ടാണ് കോരിക്കൂട്ടുക. അപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അമ്മ വളരെയധികം സന്തോഷവതിയാകും. അമ്മയും അപ്പൊ ഈ മലവാരത്തമ്മയുടെ തൊട്ടടുത്ത് തന്നെ ഒരു പ്രതിഷ്ഠയും കൂടി ഉണ്ടാകും, ഒരു ശിലയും കൂടി ഉണ്ടാകും. അതിവര് നല്ലച്ഛൻ്റെ അവിടെ നിന്ന് തന്നെ ആ കണ്ണിൽ തന്നെ തൃക്കണ്ണിൽ തന്നെ പോരുമ്പോൾ ആങ്ങളും പെങ്ങളാ വരുന്നത്. അപ്പോ വലത്തെ ഭാഗത്ത് പെങ്ങളും ഇടത്തെ ഭാഗത്ത് ആങ്ങളെ ഇരിക്കുക. ചിലവര് വലത്തെ ഭാഗത്ത് പെങ്ങളേനെ കൊണ്ടുവയ്ക്കും, ഇടത്തെ ഭാഗത്ത് ആങ്ങളേനെയും കൊണ്ടുവയ്ക്കും. അപ്പൊ ഒരു ഭാര്യ ഭർത്താവ് സങ്കല്പം പോലെ വരിക. അപ്പൊ ദേവി സങ്കല്പത്തിൽ ആദ്യം വെക്കുമ്പോൾ എന്ന് പറഞ്ഞാല് മലവാരത്തമ്മേനി, രണ്ടാമത്തെ ഇടത്ത് ഭാഗത്തിരിക്കുന്ന ആങ്ങളെ വരിക കള്ളാടി മുത്തപ്പൻ, 18 മലയിലും അമ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ മൃഗങ്ങളെ വേട്ടയാടി നടക്കുന്ന ഭഗവാനെ, കള്ളാടി മുത്തപ്പനെ. അതേപോലെ തന്നെ വടക്കൻ വാതിക്കലൊരു പ്രതിഷ്ഠയുണ്ട്, അത് നല്ലച്ഛനായ പരമശിവനാ, മലനായാടി എന്നുള്ള സങ്കല്പത്തോടു കൂടി കൊലവൻ നായാടി എന്നും നായാടി നങ്കുലവൻ എന്നും പറയുന്ന രൂപത്തില് ആ വടക്കേ ഭാഗത്താണ് പ്രതിഷ്ഠ വെച്ചിട്ടുള്ളത്. അത് ശിവനാണ്. ആ ശിവൻ കാട്ടാള വേഷത്തോടു കൂടിയിട്ട് ഉള്ള ഒരു രൂപമാണ്, സങ്കല്പമാണ് അവിടെ നായാടി എന്നുള്ളതില്, മാറാപ്പും ഒക്കെ ആയിട്ട്. അപ്പോ അതേപോലെ തന്നെ മലവാരത്തമ്മയ്ക്ക് 28 മൂർത്തികളോട് കൂടിയിട്ടുള്ളതായൊരു വലയം ഉണ്ടെന്നാ പറയണത്. അങ്ങനെ പല പേരുകളും പറയുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് മലവാരത്തമ്മയ്ക്ക് വെച്ച് പൂജിക്കുമ്പോൾ ഈ എണ്ണങ്ങളും പറയും. അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഈ അമ്മമാരെ വട്ടിപ്പുറത്ത് ചൊവ്വേ എന്ന് പറഞ്ഞിട്ട് വട്ടി വെച്ച് മുറുക്കാനും കള്ളൊക്കെ വെച്ച് കോരിക്കൂട്ടുക. അതിനാൽ അവർക്ക് വളരെയധികം വിശേഷാൽ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. അവരെന്നും ചെയ്യണതാണ്, വർഷത്തിലൊരിക്കൽ ചെയ്യണതല്ല. അവർ നിത്യം പണിക്ക് പോകും. നിത്യം പണിക്ക് പോകുമ്പോൾ മുറുക്കാൻ വെച്ച് അതുപോലെ പണി മാറ്റി വന്ന് അന്തിക്ക് വന്നിട്ട് മണ്ണത്ത് നിന്ന് കള്ള് കൂട്ടി അതുവരെ പൂജിച്ച് കാലത്താണെങ്കിൽ എപ്പോഴായാലും ശരി അവർക്ക് സമർപ്പിച്ചിട്ട് കഴിക്കുള്ളൂ. അപ്പൊ എപ്പോഴും ഇവരുടെ കയ്യിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളതായ സംഗതി കിട്ടിക്കൊണ്ടിരിക്കുന്ന അർത്ഥം. അപ്പൊ ഇതൊക്കെയാണ് മലവാരത്തമ്മയുടെ കുറിച്ച് പറയാനുള്ളത്. വട്ടിപ്പുറത്ത് ചുവ എന്ന് പറഞ്ഞാൽ ഇതാണ് സങ്കല്പം. പല കുടുംബത്തിലും അത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏതൊരു കാര്യത്തിനും ആ ഗുരുക്കന്മാര്, പഴയമേലിയുള്ള ഗുരുക്കന്മാര് അമ്മേനെ ഏതൊരു കാര്യത്തിനും സഹായവതിയായിട്ടിരുന്നിരുന്നതാണ്. ഈറ്റിലും വേറ്റിലും നഞ്ചിലും നായാട്ടിലും കളവിലും കമ്മായത്തിലും ഒടിക്കും കടിക്കും
ഏതൊരു ഭാഗത്തിനായാലും അമ്മയുടെ സാന്നിധ്യം ഉണ്ട്. അമ്മേനെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മയാവും ആ സാധനങ്ങളൊക്കെ കൊണ്ട് നടക്കുക, കൈകാര്യം ചെയ്യാം. അത്രയും ശക്തി സ്വരൂപിണിയാണ്. വിളിച്ചാൽ വെളിപ്പുറത്താണ്. അതിന്റെ ശക്തിയൊന്നും ആർക്കും ചിലപ്പോൾ അറിയില്ല, കാര്യങ്ങളെ കുറിച്ച് അറിയില്ല. അപ്പോൾ ഇതിനെ അങ്ങനെ അമ്മയുടെ സാന്നിധ്യമൊക്കെ ഉണ്ട്, ഞാൻ വിട്ടുകളയണ്ട, പൂജിക്കുക. അപ്പൊ ഇതൊരു അന്ധവിശ്വാസമായിട്ട് നടക്കുന്ന അങ്ങനെ രൂപത്തിലുള്ളത് അങ്ങനെ പറയല്ല. നമ്മൾ വിളിക്കാനായിട്ട് അങ്ങനെ ഒരു ആഹ്വാനം ചെയ്യല്ല. പക്ഷെ ഉള്ളതിനെ നശിപ്പിക്കരുത്, കൈകാര്യം ചെയ്യുക, അവരെ ആചരിക്കുക. അപ്പോൾ ആ കുടുംബം 4-ാം മേടം നശിക്കാതെ കണ്ട് മക്കളും കുട്ടികളും കുടുംബം അതിനെ അഭിവൃദ്ധിയും രോഗങ്ങളില്ലാത്തൊരവസ്ഥയും സഹായവതിയായിരിക്കുന്ന അമ്മയുടെ അനുഗ്രഹങ്ങളെ കൊണ്ട് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.